ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മലായ് ചിക്കൻ ടിക്ക റെസിപ്പിയാണ്. നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ടിക്ക തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. 3 പച്ചമുളകാണ് നമ്മൾ മെയിനായിട്ട് എരിവിന് എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി, ഒരു 3 ഏലക്കായ, ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ക്യൂബാണ് കയ്യിലുള്ളതെങ്കിൽ അതായാലും കുഴപ്പമില്ല, ഏതും എടുക്കാം. ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. 350 ഗ്രാം ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജിഞ്ചർ പൗഡർ 1 ടീസ്പൂൺ, ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. ഇത് പെപ്പർ പൗഡറാണ് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമാണ്. ഇത് ഗരം മസാല 1 ടീസ്പൂൺ, ചാട്ട് മസാല 1 ടീസ്പൂൺ, ലൈം ജ്യൂസ് 1 ടേബിൾ സ്പൂൺ. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അരച്ച് വെച്ച മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തത്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, അല്ലെങ്കിൽ എത്ര സമയം പറ്റുമോ അത്രയും വെക്കുക. 1 മണിക്കൂർ മിനിമം വെക്കണം. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്ക്വയേഴ്സാണ്. ഇതിലാണ് ഞാൻ കോർത്തെടുക്കുന്നത്. ഇത് പുതുതായിട്ട് വാങ്ങിയ സ്ക്വയേഴ്സാണ് കയ്യിലുള്ളതെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം മാത്രം എടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. 1 സവാളയും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ സ്ക്വയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. സ്ക്വയേഴ്സിൽ ആക്കണമെന്നൊന്നും നിർബന്ധമില്ല. സാധാരണ ഫ്രൈങ് പാനിൽ ഒരു 2 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചു മറിച്ചു ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രൈയിലാണ് വെക്കുന്നത്. എയർ ഫ്രൈയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഫ്രൈങ് പാനിലാണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഒന്നിൽ ഞാൻ ചിക്കൻ മാത്രമാണ് അറേഞ്ച് ചെയ്തത്. ഈ ബാക്കി വന്ന മാരിനേറ്റ് കൂടെ നമുക്കൊന്ന് അതിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഞാനൊരു 5 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. കുറച്ച് നേരം നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എയർ ഫ്രൈറിൻ്റെ ട്രേയിലൊരു ബട്ടർ പേപ്പർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെച്ചതിന് ശേഷം എയർ ഫ്രൈറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ആദ്യം വെക്കുന്നത്. 10 മിനിറ്റ് സമയം ആദ്യം കൊടുക്കുക. അതിൻ്റെ ഒരു 6 മിനിറ്റ് സമയമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. ഓരോരുത്തർ എയർ ഫ്രൈറിൽ ചൂടിനനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒരു 6 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിഞ്ഞ പോലെയൊക്കെ ആവും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും 4 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. 4 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൗണിങ് വരാനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ സമയം നമുക്ക് കൊടുക്കാം. ആദ്യം 10 മിനിറ്റ് കൊടുത്തു, പിന്നെ ഒരു 5 മിനിറ്റ് കൊടുത്തു. അതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളർ വരാനുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം ആക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളർ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു 17 മിനിറ്റ് സമയമാണ് ഞാൻ കുക്കിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം 10 മിനിറ്റ് വെച്ചു, പിന്നെ 5 മിനിറ്റ് വെച്ചു, പിന്നെ ഒരു 2 മിനിറ്റും കൂടെ വെച്ചു. ഈ ഒരു സമയം കൊണ്ട് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്.
ആവശ്യത്തിനുള്ള കളറൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും കളർ മതി, ഒരുപാട് ബേൺ ആവരുത്. ബേണായി കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതല്ല. ഇപ്പം നമ്മളെല്ലാം പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കുറച്ചൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. നമ്മളിതുവരെ ഒരു ഓയിലും ഇതിൽ ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഈ രീതിയിലാണ് ചെയ്യൽ. 2 സൈഡിലും ആക്കി കൊടുക്കുക. ഇനി ബാക്കി 2 ചിക്കൻ ടിക്കൻ്റെ സ്ക്വയറും കൂടെ നമുക്ക് വെക്കാനുണ്ട്. അതും കൂടെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിലും കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അതിനേക്കാളും ചിലപ്പം കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് തോന്നാം. കുറച്ച് മയണൈസും കുറച്ച് ഗ്രീൻ ചട്നി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെ നാനിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ ടിക്കയാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുത്. മയണൈസും ഗ്രീൻ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.